ഞങ്ങളുടെ തലേ കയറാനുള്ള അധികാരമില്ല. ഞങ്ങൾ ആരുടെയും ബലിയാടുകളൊന്നുമല്ല, ആരുടെ അടിമകളുമല്ല. ഞങ്ങളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഞങ്ങളെ പ്രണയിക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ തലേ കയറാനുള്ള അധികാരമൊന്നുമില്ല. ഞങ്ങൾ ബലിയാടുകളൊന്നുമല്ല, ആരുടെ അടിമകളുമല്ല. ഞങ്ങളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കില്ല. ആദി, നീ കുറച്ച് കൺട്രോൾ ചെയ്ത് സംസാരിക്കടാ. ഫ്ലോയിൽ വന്നു പോയതാ. ഞാൻ കുറച്ച് ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് ഓക്കേ. താങ്ക് യു. യെസ്, ഞങ്ങൾ ഇനി മുതൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. നോക്ക്, ഈ പെൺകുട്ടികളോട് വാശി പിടിക്കരുത്. അതത്ര നല്ലതല്ല. അയ്യോ, ഈ ബ്ലാക്ക് മെയിലിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഗുഡ്. വേറെ ആൾക്കാരുടെ വീക്ക്നെസ് ആയ കാര്യങ്ങളെയല്ല നിങ്ങൾ സ്ട്രെങ്ത് ആക്കി മാറ്റേണ്ടത്. ഇതൊക്കെ നിങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഞങ്ങളോട് വേണ്ട. എന്നെ സമാധാനിപ്പിക്കാൻ എന്റെ കൂടെ പ്രീതമുണ്ട്, വേദാന്തിനാണെങ്കിൽ വിക്കിയുണ്ട്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്നാലും ഞങ്ങൾ അത് കെയർ ചെയ്യില്ല. ഇനി മുതൽ എനിക്ക് എന്റെ ആദിയുണ്ട്. എനിക്ക് വേദാന്തം. നിങ്ങളുടെ രണ്ടുപേരുടെയും തലയിൽ കളിമണ്ണ് വലുതുമാണ്. നിങ്ങൾ ആരെന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? സ്വന്തം ഹിസ്റ്ററി നോക്ക്, അപ്പൊ മനസ്സിലാവും എത്ര മൂശാട്ടയാണെന്ന്. അപ്പൊ മനസ്സിലാവും ഈ വേദാന്തിന്റെ സ്വഭാവം എന്താണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. പെണ്ണെന്ന് കേട്ടാലേ 100 കിലോമീറ്റർ അപ്പുറേക്ക് ഓടും. അങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നു ഇവന്. അത് ആരാ മാറ്റിയത്? ഈ ഞാൻ കണ്ണന്റെ ഉള്ളി അമൂല്യ ചികിത്സിച്ചത്. ഇവനെ പോലെ ഒരാളെ എനിക്കല്ലാതെ വേറെ ആർക്കും സഹിക്കാൻ പറ്റില്ല. പിന്നെ മിസ്റ്റർ ആദി സർ, ഈ പാറുവിന്റെ കണ്ണ് കണ്ടിട്ടല്ലേ നിങ്ങൾ വീണത്? ആ കണ്ണുകൾ കണ്ടിട്ട് അവൾക്ക് വേണ്ടി തപച്ചിരുന്നതൊക്കെ മറന്നോ? എന്നിട്ട് പാറു ഇപ്പൊ ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെട്ടപ്പോ വില്ലനായിട്ട് മാറുവാണോ? ആദിക്കൊക്കെ പാറുവിന് കിട്ടിയത് വലിയ കാര്യം. അല്ലേ പാറു? അതെ അതെ, ശരിയാ. അതെ അതെ, നിങ്ങളെ കെട്ടാൻ വേണ്ടി ഇവിടുത്തെ ചെക്കന്മാരൊക്കെ ക്യൂ നിൽക്കുമായിരിക്കും അല്ലേ? അങ്ങനെ ഉണ്ടായിന്ന് വരും. അങ്ങനെ വരുന്ന ആളുകളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ അടുത്ത സ്റ്റേറ്റിൽ നിന്ന് പോലീസിനെ കൊണ്ടുവരേണ്ടി വരും. ഇത് ഞാൻ നിന്നോട് 1000 തവണ പറഞ്ഞ കാര്യം. അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. സമാധാനപ്പെട്. ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തില്ലായിരുന്നെങ്കിലേ വൺ സൈഡ് ലവേഴ്സിന്റെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി നിനക്ക് അതിന്റെ പ്രസിഡന്റ് ആയിട്ട് അവിടെ ഇരിക്കായിരുന്നു ജീവിതകാലം. യെസ് യെസ്, ഞങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാ. ടിക്ടോ ടിക്ടോ. എക്സ്ക്യൂസ് മീ, ആദ്യെ പറ്റി നീ എന്താ വിചാരിച്ചേ? നീ എന്താ വലിയ സിനിമാ നടിയാണോ? നിന്റെ ഭാഗ്യം അവൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് എന്റെ ആദിയെ നീയായിട്ട് സങ്കടപ്പെടുത്തുകയാണല്ലേ? വേദാന്തിന് അങ്ങനെ വില കുറച്ച് കാണുന്നു വേണ്ട. ഇന്ത്യയിലെ ബിസിനസ് ടൈക്കൂണായ സുകേഷ് വർമ്മയുടെ മകളെ ഇവനെ കല്യാണം കഴിക്കണമെന്ന് ഒറ്റ കാലിൽ നിന്നതാ. പക്ഷെ ഇവനാണെങ്കിൽ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വേണമെങ്കിലേ നിങ്ങളെക്കാളും നല്ല പെൺകുട്ടികളെ കിട്ടും. ഞങ്ങളെ ശ്രമിക്കായിട്ടാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആര് കെട്ടാനാ? ഞങ്ങൾക്ക് വായി നോക്കി ശീലമില്ലാത്തോണ്ടാ. ഞങ്ങളെ സ്നേഹിച്ചില്ലേ? അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഓ, അത് കൊള്ളാം. അകന്നു കഴിഞ്ഞാൽ പിന്നെ ആരെയും തിരിച്ചു കിട്ടില്ലെന്ന് ഓർത്തു. കുറച്ച് അകന്ന് നിൽക്കുമ്പോ നിങ്ങളുടെ ഈ സ്റ്റാറ്റസും ലുക്കും ഒക്കെ നല്ല രസമായിരിക്കും. പക്ഷെ മാക്സിമം നിങ്ങളുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങളുടെ കൂടെ ഒരു പെണ്ണിനെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വരുന്നവർ ഓടും. നിങ്ങൾക്കൊപ്പം നിൽക്കണമെങ്കിൽ കുറച്ചധികം മനസ്സ് വേണം. അല്ലെന്നുണ്ടെങ്കിൽ അത് കഷ്ടപ്പാടായിരിക്കും. അതെ അതെ,
നിങ്ങൾ രണ്ടും ദേവലോകത്ത് നിന്ന് നേരിട്ട് പൊട്ടി വീണാണല്ലോ. നിങ്ങൾക്ക് മാത്രമേ ബുദ്ധിയും സൗന്ദര്യവും വിനയവും താഴ്മയും ഒക്കെ ഉള്ളൂ അല്ലേ? ഉറപ്പായിട്ടും ഞങ്ങൾ ശരിക്കും വെള്ളം പോലെയാ. പുഴയിലാണെങ്കിൽ ഞങ്ങൾ അവിടെ ഓക്കെയാണ്, പാത്രത്തിലാണെങ്കിൽ ഞങ്ങൾ അവിടെ ഓക്കെ. ഞങ്ങൾക്ക് എവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ അത് നിങ്ങളെ കൊണ്ട് ഒരിക്കലും നടക്കില്ല. വേദാന്ത്, ഇവർക്ക് സമയം കൊടുത്ത് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവരോട് വെറുതെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എക്സാക്ട്ലി. എനർജി നമ്മുടേതാ വേസ്റ്റ് ആയി പോകുന്നു. ചക്കിക്കൊത്ത ചങ്കരനെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. വഴക്കുണ്ടാക്കാനുള്ള ബോധം നിങ്ങൾക്കില്ല. ഇനി നിങ്ങളായിട്ട് ഒരു കോംപ്രമൈസും എന്തായാലും ഇല്ല. ഞങ്ങളെ കിട്ടിയത് നിങ്ങളുടെ പുണ്യാണെന്നങ്ങ് സമ്മതിച്ചേ. ഒരു സാധ്യതയുമില്ല. ലൈഫിൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ നേരിട്ടതാ. ഇനിയും ഫേസ് ചെയ്യാൻ ഒരു മടിയുമില്ല എനിക്ക്. ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. വെറുതെ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ ഒരു ചലഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ചാലഞ്ചോ? എന്ത് ചാലഞ്ചാണ്? ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ മുഴുവൻ നിങ്ങളുടെ പിന്നാലെയാണെന്നാണല്ലേ വിചാരം? ഒരേ ഒരു പെണ്ണിനെ വളച്ചു കാണിക്കും, അപ്പൊ ഞങ്ങളുടെ തോൽവി സമ്മതിക്കാം. പക്ഷെ ഞങ്ങൾക്കറിയാം, മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യമുള്ള വേദാന്തിനും സൂപ്പർ സൈലന്റായ ആദി സാറിനും ഒരു പെണ്ണിനെയും കിട്ടാൻ പോകുന്നില്ല. അമ്മ പറഞ്ഞ ശരിയാ സർ. സാറിന് ചിലപ്പോ എന്നെക്കാളും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കിട്ടുമായിരിക്കും. പക്ഷേ അവരാരും സാറിനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കില്ല. എന്നെ പോലെ സാറിനെ മനസ്സിലാക്കാനും ശ്രമിക്കില്ല. എടി കഴുതേ, നിന്റെ പൊട്ട ബുദ്ധി ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണോ? ഇതെന്ത് മറ്റേടത്തെ ചലഞ്ചാടി? വന്ന് നിന്റെ ഉള്ള ബുദ്ധിയും പോയോ? പറ്റില്ല എന്ന് പറയും. നിങ്ങൾ ഇങ്ങനെ തന്നെയാ പറയാൻ പോകുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വാട്ട്? ഞങ്ങളോടാണോ കളി? ഞങ്ങളിത് ചെയ്യില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? ആയിക്കോട്ടെ, നിങ്ങളുടെ ഈ ചാലഞ്ചിന് ഞങ്ങൾ റെഡിയാ. ഇനി ഇത് കാരണം എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കാം. ഒന്ന് നോക്കാൻ പോലും അറിയില്ല, പിന്നെ പ്രശ്നം ഉണ്ടാക്കണം. എടി, വെറുതെ കളിയാക്കാൻ നിൽക്കണ്ട. ചലഞ്ച് ആക്സെപ്റ്റഡ്. വെരി ഗുഡ് വേദ്. ഞാനും കളത്തിലേക്ക് ഇറങ്ങാൻ സമയമായല്ലോ. എവിടെയോ തുടങ്ങി എവിടെയോ വന്ന് നിന്നല്ലോ. ഇനി ഈ രണ്ട് കപ്പിൾസിനെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഇപ്പൊ തന്നെ അങ്ങ് ചെയ്തു കളയുന്ന വലിയ ഡയലോഗ് അടിച്ചതല്ലേ. നടക്ക്, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ. വാ പാറു. അയ്യോ അമ്മ അടിക്കല, ഒന്നും ചെയ്യല്ലേ. നീ പറഞ്ഞതുപോലെ മസാല ദോശ കൊണ്ടുവരുന്നതിന് മുമ്പ് വടിയും കൊണ്ടുവന്നാൽ എങ്ങനെയാ? ഞാൻ നിന്റെ ഭർത്താവല്ലേ? ആരെങ്കിലും കണ്ടായിരിക്കും നാണക്കേടല്ലേ? അപ്പൊ നീ തന്നെ എങ്ങനെ ചെയ്താലോ? നിന്റെ മുഖത്തിന് എന്നെ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. എന്നിട്ടിപ്പോ ഇത്രയും സുന്ദരിയായ ഭാര്യയെ കെയർ ചെയ്യാതെ നടക്കുന്നത് ശരിയാണോ? എന്നിട്ട് ഭാര്യയുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണോ? അതെ, എന്തായാലും അടിക്കുക. എന്തിനാ അടിക്കുന്നതെന്ന് ആദ്യം പറയും, എന്നിട്ട് ഞാൻ അടി കൊണ്ടോളാം. ഇല്ലെങ്കിൽ എന്തിനാ അടിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ. നിങ്ങൾ ഈ ഭർത്താക്കന്മാരൊക്കെ ഒരേപോലെയാണല്ലോ. കയ്യിലുള്ളതിന് മധുരം പോരാ, തൊട്ടടുത്ത പ്ലേറ്റിലുള്ളതിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? നിനക്കിപ്പോ എന്നെ വേണ്ടല്ലേ? എന്താ പറഞ്ഞ? അടുത്ത പ്ലേറ്റോ? എനിക്കാകെ ഒറ്റ പ്ലേറ്റേ ഉള്ളൂ, അത് നീ. നിന്നല്ലാതെ വേറെ ആരെ ഞാൻ നോക്കാനാ? അല്ല, ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായിട്ടും വേറൊന്നിന് മെസ്സേജ് അയക്കുമ്പോ ഒന്നും തോന്നാറില്ലേ? അത് ശരിയാണോ? അതങ്ങനെ ചെയ്യുന്നവരോട് വേണം ചോദിക്കാൻ, അല്ലാതെ മറ്റുള്ളവർ ചെയ്തത് എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കല്ലേ. നിന്റെ ചേട്ടനല്ലേ ഇതെല്ലാം എടുത്ത് തലയിൽ വെച്ചത്. അമ്മ വെറുതെ ഭ്രാന്ത് പിടിച്ച് ഓരോന്ന് പറയുന്നത് നീ എന്തിനാ സമ്മതിക്കാൻ നിൽക്കുന്നേ? നീയും അതേ കാറ്റഗറിയിൽ തന്നെയുള്ള ആണല്ലോ. നിനക്കും അതുപോലെ ഒന്ന് കിട്ടിയാ നീയും പോവാതിരിക്കോ? എല്ലാവരും ഒരേ തട്ടിലിട്ട് തൂക്കല്ലേ മോളെ. നിന്റെ ഈ ഭർത്താവേ ശ്രീരാമന്റെ നെക്സ്റ്റ് വേർഷൻ. ഒരവസരം കിട്ടുന്നത് വരെ എല്ലാവരും ഇങ്ങനെ തന്നെ. ഇപ്പൊ അത് കിട്ടാത്ത എന്റെ കുറ്റമല്ലല്ലോ. ബാച്ചിലർ ലൈഫ് ആസ്വദിച്ച് മര്യാദക്ക് ജീവിച്ചാൽ മതിയായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അങ്ങനെ ഒരു ജീവിതം സ്വപ്നം പോലും കാണാൻ പറ്റില്ല.
എന്തേലും പറഞ്ഞോ? അത് പിന്നെ എനിക്ക് പിന്നെ നല്ലൊരു സുന്ദരമായ ഭാര്യ ഉണ്ടല്ലോ. മരിക്കുന്നത് വരെ അവളെ എനിക്ക് സന്തോഷമായിട്ട് നോക്കിയാൽ മാത്രം മതി. ഇതല്ലാതെ എന്റെ തലയിൽ മറ്റൊരു ഐഡിയേ ഇല്ല. അതാ സത്യം. നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. വേദാന്തി ഏട്ടനോ ആദിച്ചേട്ടനോ ക്ലാസ് എടുത്തു കൊടുക്കണ്ടേ. അയ്യോ, ആര് പറഞ്ഞു വേണ്ടെന്ന്? ധൈര്യമായിട്ട് മേടിച്ചു. ഒരു കാര്യം ചെയ്യ്, വേദാന്തി ചേട്ടനോടും ആദിച്ചേട്ടനോടും ഇങ്ങോട്ട് വരാൻ പറ. ഞാനെന്തിനാ പറയുന്നത്? നിനക്ക് പറഞ്ഞൂടെ? ആഹാഹാഹാ. എത്ര നന്നായിട്ടാ നീ എസ്കേപ്പ് ചെയ്യാൻ പഠിച്ചത്. ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ പോലും പറ്റില്ലെന്നായോ? ശരി ശരി, ഞാൻ വിളിച്ച് പറയാം. ഓ, ദേഷ്യം വരുമ്പോ നിന്നൊരു സുന്ദരിയാ. ചേട്ടാ, calm down. ഞാനിപ്പോ എന്ത് ചെയ്തിട്ടാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നത്? ബ്രോ, ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കാൻ ഞാനെന്ത് തെറ്റാ ചെയ്തത്? കേട്ടില്ലേ വേദാന്ത്? ഇവര് രണ്ടുപേരും ഒന്നും ചെയ്തില്ല അത്രേ. നിങ്ങൾ ഞങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നന്നായിരിക്കില്ല. ശരി, എന്ത് കാര്യം പറയേണ്ടെന്ന് വെച്ച് ഞാൻ പറയേ, എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി കാര്യം നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞ എന്താ കാര്യം ഞങ്ങളോട് പറഞ്ഞേ പറ്റുള്ളൂ. അമ്മൂനോടും പാറിനോടും ഞങ്ങൾ എവിടെയാന്ന് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ രണ്ടുപേരും അല്ലേ? ഓ, ഇതായിരുന്നല്ലേ കാര്യം. ദൈവമാണ് സത്യം, ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന അനിയന്മാരായ ഞങ്ങള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചുമ്മാ പറയേണ്ട വിക്രാന്ത്, നീ ആ കഴുതയുടെ പാർട്ടിയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. ചേട്ടാ, സമയവും സന്ദർഭവും ഒക്കെ നോക്കിക്കഴിഞ്ഞ് ചില സമയങ്ങളിൽ ഞാൻ റൗഡി കൊച്ചിന്റെ ഭാഗം നിൽക്കാറുണ്ടെന്നുള്ളത് ശരിയാ. അതൊക്കെ സത്യമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇത്തവണ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ഞങ്ങളൊന്നിനും കാരണമായിട്ടില്ല. ഞാനൊന്നും ചെയ്തിട്ടുമില്ല. പിന്നെ അവരെങ്ങനെ അറിഞ്ഞു ഞങ്ങൾ എവിടെ നിൽക്കുന്നതെന്ന്? അത് ഞാൻ പറഞ്ഞുതരാം. അത് എന്റെ ചേട്ടന്റെ PA ഉണ്ടല്ലോ, ഈ പൊട്ടൻ സുമേഷ്, അവനാണ് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തത്. ഈശ്വരനെ ഓർത്ത് ആരും എന്നെ ഒന്നും ചെയ്യരുത്. അറിയാതെ പറ്റിയതാ. ഞാനായി എന്റെ പാടായെന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു മൂലക്കിരിക്കുന്ന ഒരാളാ ഞാൻ. ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധത്തിനും ഞാനില്ല. താൻ മിണ്ടി പോകരുത്. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ താൻ അനുഭവിച്ചേ പറ്റൂ. വിക്കി ബോസ്, എന്തെങ്കിലും ചെയ്ത് ഈ പാവപ്പെട്ടവനെ ഇവരുടെ ഈ അറക്കവാളിൽ നിന്ന് ഒന്ന് രക്ഷിക്കണം. അവനവൻ ചെയ്ത തെറ്റിന് അവനവൻ തന്നെ ശിക്ഷ അനുഭവിക്കണം. ഐ എം സോറി. ശിക്ഷിക്കാനാണെങ്കിൽ എന്നെ കൊന്നു കളയുന്നതായിരിക്കും നല്ലത്. ഇനി ഇതൊന്നും അനുഭവിക്കാനുള്ള ത്രാണി പാവം എനിക്കില്ലാന്ന് മനസ്സിലാക്ക്. എനിക്കിനി താൻ പറയുന്നൊന്നും കേൾക്കണ്ട. താനായിട്ട് ചെയ്ത തെറ്റ് താൻ തന്നെ ശരിയാക്കിയിരിക്കണം. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളെ വേണം. ബോസ് ആ ചോദിച്ച ചോദ്യത്തില് എന്തോ ഒരു വിഷയം ഉള്ളതുപോലെ. ബോസിന് എന്നെ കണ്ടിട്ട് പെൺകുട്ടികളെ അറേഞ്ച് ചെയ്തു തരുന്ന മാമയാണെന്ന് തോന്നുന്നുണ്ടോ? സുമേഷേ, ഞാൻ കാര്യമായിട്ട് പറയാം.
പറയുന്നൊന്ന് മനസ്സിലാക്ക്. എന്താ സംഭവിച്ചെന്ന് താനൊന്ന് കണ്ടല്ലേ? അവർക്കൊരു മറുപടി കൊടുത്തേ പറ്റൂ. ഞാൻ ആഞ്ജനേയ സ്വാമിയെ പോലെ വേൾഡ് ഫേമസ് ആയ ഒരാളാ. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ എന്നോട് ഇങ്ങനൊരു ജോലി ചെയ്യാൻ പറയുവാണോ ബോസ്? എടോ സുമേഷേ, ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചത് ആരാടോ? ചേട്ടൻ പറഞ്ഞത് ഏത് ആംഗിളിൽ നോക്കിയാലും ശരിയായിട്ട് തോന്നില്ല. അല്ലേ തന്നെ സുമേഷ് ഒരു പൊട്ടനാണ്. അതുകൊണ്ട് ഇവൻ അറിയുന്ന പോലെ വേണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ഇല്ലെങ്കിലേ കഴിഞ്ഞ തവണ നമ്മൾ റിസോർട്ടിൽ പോയില്ലേ, അന്ന് അവൻ കാണിച്ച പോലെ എല്ലാം കോളമാക്കി കൈ തരും. അന്ന് എന്താ സംഭവിച്ചത് ബ്രോ? ഓ, ഇയാളപ്പൊ ഈ ലെവലിലുള്ള പൊട്ടത്തരൊക്കെ കാണിക്കല്ലേ? ഈ കാര്യത്തിനൊക്കെ ഇദ്ദേഹം ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആളാ. ഞങ്ങളുടെ പെൺകുട്ടികളെ ശരിയാക്കാൻ വേണ്ടി മറ്റു 2 പെൺകുട്ടികൾ വേണം. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? താൻ മനസ്സിലാക്കിയതൊക്കെ മതി. താൻ ഇനി അധികം മനസ്സിലാക്കി ആരെ അറിയിപ്പിക്കാൻ നിൽക്കണ്ട. ശരി ബോസ്, ഇനി ബോസ് പറയുന്നത് പോലെ തന്നെ ചെയ്യാം. എന്തൊക്കെയാണെങ്കിലും അന്നം കിട്ടുന്നതുകൊണ്ട് ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ. എടോ ഇപ്പൊ പോടോ, താൻ പറഞ്ഞ കാര്യം ചെയ്യേ. പാറു, നിന്റെ വീടൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ സാറിനും ഈ വീട് ഒരുപാട് ഇഷ്ടമാണ്. ശരിയാ പാറു, ജനിച്ചു വളർന്ന വീട് നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവള് മഹാ അഹങ്കാരിയാ. ഇവളെ ഒരു പാഠം പഠിപ്പിക്കണം. ലോക്കൽ ഹൈ ക്ലാസ്സുകാർ ജീവിക്കുന്ന ഈ വീട്ടിൽ നീ എന്തിനാ വന്നത്? ഏയ്, ആരെ പെണ്ണുമുള്ള ലോക്കല്? ഞാനല്ല, നിങ്ങളാ ലോക്കല്. എന്താ ഈ ഞാൻ ലോ ക്ലാസ് ആണെന്നോ? നിങ്ങള് ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച് ഒരു കാര്യമല്ല ഇങ്ങോട്ട് വന്ന വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കല്ലേ നിങ്ങള്? ഒരു ഉളുപ്പുമില്ലാതെ ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്ക് നാണല്ലേ? ഇങ്ങനൊന്നും പറയല്ലേ പ്ലീസ്. പാറു, ഈ അമ്മ ഒരു കാര്യം തീരുമാനിച്ച ആകാശം ഇടിഞ്ഞു വീണാലും അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. നീ കൊള്ളാലോ, മുതിർന്ന ആളാണെന്നുള്ള മര്യാദ പോലും ഇല്ലാതെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെയാണോ നിന്റെ അച്ഛനും അമ്മയും നിന്നെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്? പ്രായം കുറഞ്ഞവരോട് എങ്ങനെയാ സംസാരിക്കേണ്ടെന്ന് അറിയാത്തവരെ എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടെന്നാ അവരെന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ആഹാ, എന്താ ഒരു നാക്ക്! വേദാന്തിന് എന്തോ ഒരു കൈവശം കൊടുത്ത് കൈക്കലാക്കിയിട്ട് അവന്റെ സ്വത്തുക്കളും വീടും എല്ലാം കൈക്കലാക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്? ഏയ്, നിങ്ങൾ എന്തിനാ എന്റെ പേഴ്സണൽ കാര്യത്തിലൊക്കെ ഇടപെടുന്നേ? ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നതിന് മുന്നേ തനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോന്നും കൂടെ ചിന്തിക്കണം. പ്രതിഷ്ഠയെക്കാളും വലുത് ശാന്തിയാണെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. അതെ, അങ്ങനെ തന്നെയാണ്. അതിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നോ അതോ ഞാൻ നിന്റെ കഴുത്തിന് പിടിച്ച് തള്ളണോ? ആഹാ, ഇത് കൊള്ളാം, നല്ല കഥയാണല്ലോ. എന്നെ ഈ റൗഡി ബേബിയെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ? അതൊന്ന് കാണണമല്ലോ എനിക്ക്. എന്താ പറഞ്ഞേ? നീ റൗഡി ബേബി ആണെന്നോ? അല്ല മോളെ, ദീപാവലി സമയത്ത് കൊച്ചുകുട്ടികൾ കയ്യിൽ വെച്ച് കളിക്കുന്ന കമ്പിത്തിരി ഇല്ലേ, അതുപോലെയുണ്ട് നിന്നെ കാണാൻ. നീ റൗഡി ബേബി ആണെന്നോ? വേണ്ട, എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ എന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. എനിക്ക് ഒരു മടിയുമില്ല. ഈ കൈ കൊണ്ട് നിങ്ങളുടെ മുഖം അടിച്ചു പൊളിക്കുന്ന കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കും നിങ്ങളെ. ഇനി ഒരു വാക്ക് നിങ്ങൾ ഇതുപോലെ സംസാരിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ മുഖം അടിച്ച ഷേപ്പ് മാറ്റി ഞാൻ. ഓഹോ, അത്രയ്ക്ക് പവറുള്ള ആളാണോ നീ? എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. നീയാണോ ഞാനാണോ എന്ന് അറിയണമല്ലോ. വാ, എന്നെ തോപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. അയ്യോ എന്റെ ഈശ്വര, മതിയാക്കാം.
ഇവളുമായിട്ട് ഇനി ഒരു പ്രശ്നത്തിനും പോകണ്ട. എന്തെങ്കിലും പ്രശ്നത്തിന് പോയാൽ തീർച്ചയായിട്ടും അവൾ എന്റെ കാരണത്തടിക്കും. പിന്നെ ഈ വീട്ടിലുള്ള ആരും എനിക്ക് ഒരു വിലയും തരില്ല. ഇനിയിപ്പോ ഇവളോട് കുറച്ച് സ്വീറ്റായിട്ട് ഡീൽ ചെയ്യുന്നതാ നല്ലത്. എന്നാലേ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കും. ഹായ് അമൂല്യ, നിനക്ക് സുഖാണോ മോളെ? ഹായ് ആന്റി, എനിക്ക് സുഖ. ആന്റിക്കോ? ഞാൻ ഇവിടെ അടിപൊളിയായിട്ട് ജീവിക്കുക. നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്ത് സ്ലിം ആയിട്ടാ ഇരിക്കുന്നേ. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല ആന്റി. എനിക്ക് പണ്ടേ ഇത്രയ്ക്ക് വണ്ണല്ലോ. അയ്യോ, നീയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എനിക്കറിയേണ്ടത് നീ ഇങ്ങനെ സ്ലിം ആയിട്ടിരിക്കുന്നെന്നുള്ളതാ. അതായിരുന്നോ? താങ്ക് യു ആന്റി. ആ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിലേക്കൊക്കെ ഒന്ന് വാ മോളെ. അപ്പോഴല്ലേ ഞങ്ങൾക്കൊക്കെ സന്തോഷം ഉണ്ടാവുള്ളൂ. ശരി ആന്റി. അല്ല, ഇവിടേക്കല്ല, ഞങ്ങളുടെ ശരിക്കുള്ള വീട്ടിലേക്ക്. വരാം വരാം. മോളെ പാർവതി, വീട്ടിൽ വന്ന അതിഥികളെ വന്ന കാലിൽ തന്നെ നിർത്താതെ ഒരു കസേര ഇട്ട് കൊടുത്തൂടെ? അകത്തേക്ക് കൊണ്ടുപോയി ഒരു ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്ക്. ശരി മാഡം. വാ അമ്മോ. അമ്മോ, നിന്നെ കണ്ടിട്ട് യാമിനി മേഡം എങ്ങാനും നീ എന്താ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുമെന്ന് പേടിച്ചിരിക്കായിരുന്നു. പക്ഷെ നിന്നെ കണ്ടിട്ട് നല്ല രീതിയിൽ സംസാരിച്ചല്ലോ. പിന്നെ ഈ റൗഡി ബേബി ആരാണെന്നാ പറു നീ വിചാരിച്ചത്? എന്നോടെങ്ങാനും ചാടിയായിരുന്നീ ഉണ്ടല്ലോ, ചവിട്ടി കൂട്ടിയനെ ഞാൻ.